വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം. അനന്തരം യെരൂശലേമിൽ നിന്നുള്ള പരീശരും സോപ്രയന്മാരും തന്നെ സമീപിച്ചു തന്നോട്, അങ്ങയുടെ ശിഷ്യന്മാർ മൂപ്പന്മാരുടെ പാരമ്പര്യം ലംഘിച്ച് അപ്പം ഭക്ഷിക്കുമ്പോൾ കൈ കഴുകാതിരിക്കുന്നതെന്ത് എന്ന് ചോദിച്ചു. താൻ അവരോട് ഉത്തരമായി, നിങ്ങളുടെ പാരമ്പര്യം നിമിത്തമായി ദൈവത്തിൻ്റെ കൽപ്പന നിങ്ങളും ലംഘിക്കുന്നതെന്ത്? എന്തെന്നാൽ ദൈവം കൽപ്പിച്ചിരിക്കുന്നത്, നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം. തൻ്റെ അപ്പനെയോ അമ്മയെയോ അധിക്ഷേപിക്കുന്നവൻ നിശ്ചയമായും മരിച്ചേ മതിയാകൂ എന്നത്രേ. എന്നാൽ നിങ്ങളോ പറയുന്നു, എന്നിൽ നിന്നും താങ്കൾക്ക് ഉപകാരമായി വരേണ്ടത് എൻ്റെ വഴിപാട് എന്ന്. അപ്പനോടോ അമ്മയോടോ പറയുന്നവൻ അവൻ്റെ പിതാവിനെയോ മാതാവിനെയോ ബഹുമാനിക്കേണ്ടതില്ല എന്നത്രേ. നിങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ ദൈവവചനത്തെ നിങ്ങൾ നീക്കി മായ്ച്ചിരിക്കുന്നു. കപടഭക്തരെ, ഏശയ്യാ ദീർഘദർശി നിങ്ങളെക്കുറിച്ച് നന്നായി പ്രവചിച്ചിട്ടുണ്ട്. ഈ ജനം തങ്ങളുടെ അധരങ്ങൾ കൊണ്ടാണ് എന്നെ ബഹുമാനിക്കുന്നത്, അവരുടെ ഹൃദയമാകട്ടെ എന്നിൽ നിന്നും വളരെ അകന്നിരിക്കുന്നു. അവർ മനുഷ്യരുടെ കൽപ്പനകളായ ഉപദേശങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വ്യർത്ഥമായി എന്നെ സേവിക്കുകയാണ്. യേശു പുരുഷാരത്തെ വിളിച്ചവരോട്, നിങ്ങൾ കേട്ടു മനസ്സിലാക്കുവിൻ. വായിലേക്ക് പ്രവേശിക്കുന്നതല്ല മനുഷ്യനെ അശുദ്ധമാക്കുന്നത്, വായിൽ നിന്നും പുറത്തേക്ക് വരുന്നതത്രേ അതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വശിഷ്യന്മാർ അടുത്തു വന്ന് തന്നോട്, ഈ വചനം കേട്ട് പരീശർ വിരുദ്ധപ്പെട്ടിരിക്കുന്നു എന്നങ്ങ് അറിയുന്നുവോ എന്ന് ചോദിച്ചു. താനോ ഉത്തരമായി അവരോട്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടില്ലാത്ത ഏതു നടുതലയും വേരോടെ പിഴുതുകളയപ്പെടും. അവരെ വിട്ടുമാറുവിൻ, അവർ അന്ധന്മാരുടെ വഴികാട്ടികളായ അന്ധന്മാരാകുന്നു. കുരുടൻ കുരുടനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും എന്നു പറഞ്ഞു. ശിമോൻ കീപ്പ ഉത്തരമായി തന്നോട്, എൻ്റെ കർത്താവേ, ഈ ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരണമേ എന്ന് പറഞ്ഞു. താൻ അവരോട്, ഇത്രയുമായിട്ടും നിങ്ങളും ഗ്രഹിക്കുന്നില്ലയോ? വായിൽ പ്രവേശിക്കുന്നത് വയറ്റിലേക്ക് പ്രവേശിക്കുന്നു, അവിടെ നിന്നും മറപ്പുരയിൽ വച്ച് ബഹിഷ്കരിക്കപ്പെടുന്നു എന്നും നിങ്ങൾക്കറിഞ്ഞുകൂടയോ? എന്നാൽ വായിൽ നിന്ന് പുറത്തു വരുന്നത് ഹൃദയത്തിൽ നിന്നത്രേ പുറപ്പെടുന്നത്, അതാണ് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. എന്തെന്നാൽ ദുശ്ചിന്തകൾ, വ്യഭിചാരം, കൊല, വേശ്യാവൃത്തി, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്നാകുന്നു പുറപ്പെടുന്നത്. ഇവയത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ഒരുവൻ കൈ കഴുകാതെ ഭക്ഷിച്ചാലും അശുദ്ധപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. യേശു അവിടെ നിന്നും പുറപ്പെട്ട് സോറിൻ്റെയും സീദോൻ്റെയും അതിർത്തിയിൽ വന്നു. ആ അതിർത്തി പ്രദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ പുറപ്പെട്ടു വന്ന്, ദാവീദ് പുത്രനായ എൻ്റെ കർത്താവേ, എന്നോട് മനസ്സലിയണമേ, എൻ്റെ മകൾ പിശാചിനാൽ അതികഠിനമായി ബാധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. താൻ അവളോട് ഉത്തരമൊന്നും പറഞ്ഞില്ല. തൻ്റെ ശിഷ്യന്മാർ തന്നെ സമീപിച്ചു തന്നോട്, നമ്മുടെ പിന്നാലെ നിലവിളിച്ചു വരുന്ന ഇവളെ പിരിച്ചുവിടണമേ എന്നപേക്ഷിച്ചു. താൻ അവരോട് പറഞ്ഞു, ഇസ്രായേൽ വംശത്തിൽ നിന്നും വഴിതെറ്റിപ്പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ ഞാൻ അയക്കപ്പെട്ടിട്ടില്ല. അവളോ വന്ന് തന്നെ വന്ദിച്ചുകൊണ്ട്, എൻ്റെ കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശു അവളോട്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ തന്നോട്, കർത്താവേ, ശരി തന്നെ, എന്നാൽ നായ്ക്കളും അവയുടെ ഉടമസ്ഥന്മാരുടെ മേശയിൽ നിന്നും വീഴുന്ന കഷണങ്ങൾ തിന്നു ജീവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവളോട്, സ്ത്രീയേ, നിന്റെ വിശ്വാസം വലുതു തന്നെ, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ ക്ഷണം തന്നെ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. യേശു അവിടം വിട്ട് ഗലീല കടൽക്കരയിൽ വന്ന് ഒരു മലയിൽ കയറിയിരുന്നു. വലിയ പുരുഷാരം തൻ്റെ അടുക്കൽ വന്നുകൂടി. അവരോടുകൂടി മുടന്തന്മാരും അന്ധന്മാരും ഊമന്മാരും അംഗഹീനരും മറ്റനേകരും ഉണ്ടായിരുന്നു. അവർ അവരെ യേശുവിൻ്റെ പാദത്തിങ്കൽ സമർപ്പിച്ചു. ഊമന്മാർ സംസാരിക്കുന്നതും അംഗഹീനർ സുഖപ്പെടുന്നതും മുടന്തന്മാർ നടക്കുന്നതും അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നതും കണ്ട് ആ ജനാവലി വിസ്മയിക്കത്തക്കവണ്ണം
താൻ അവരെ സൗഖ്യമാക്കി. അവർ ഇസ്രായേലിന്റെ ദൈവത്തെ സ്തുതിച്ചു. യേശു തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരോട്, ഈ ജനസമൂഹത്തോട് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. എന്തെന്നാൽ 3 ദിവസമായി ഇവർ എൻ്റെ അടുക്കൽ പാർക്കുകയാണ്. അവർക്ക് ഭക്ഷിപ്പാനോ ഒന്നുമില്ല. അവരെ പട്ടിണിയായി പിരിച്ചയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. പക്ഷേ വഴിയിൽ അവർ തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. തൻ്റെ ശിഷ്യർ തന്നോട്, ഈ പുരുഷാരത്തെ മുഴുവൻ തൃപ്തരാക്കത്തക്കവണ്ണം ഈ വിജന പ്രദേശത്ത് അപ്പം നമുക്കെവിടെ നിന്ന് എന്ന് ചോദിച്ചു. യേശു അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് എന്ന് ചോദിച്ചു. അവർ തന്നോട്, 7 അപ്പമുണ്ട്, കുറച്ച് ചെറുമത്സ്യവും എന്ന് പറഞ്ഞു. താൻ ജനസമൂഹത്തോട് നിലത്ത് ഭക്ഷണത്തിന് ഇരിപ്പാൻ കൽപ്പിച്ചു. പിന്നെ താൻ ആ 7 അപ്പവും മത്സ്യങ്ങളും എടുത്ത് സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാർ വശം നൽകി. ശിഷ്യർ ജനക്കൂട്ടത്തിനു കൊടുത്തു. എല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി. ശേഷിച്ച കഷണങ്ങൾ 7 വൻകുട്ടകൾ നിറയെ എടുക്കുകയും ചെയ്തു. ഭക്ഷിച്ചവരോ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൂടാതെ 4000 പുരുഷന്മാരായിരുന്നു. പുരുഷാരത്തെ പിരിച്ചയച്ച ശേഷം പടകു കയറി മാഗോദരുടെ അതിർത്തിയിൽ വന്നു. ആമേൻ. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോൻ.